നമസ്കാരം. വയനാട്ടിലുണ്ടായ വലിയൊരു മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ഒരു ദുഃഖത്തിലാണ് അല്ലെങ്കിൽ ഞെട്ടലിലാണ് കേരള സമൂഹം ഇപ്പോൾ ഉള്ളത്. എന്തായാലും ദുരന്തത്തിൽപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഇന്നത്തെ 4 മണി ചർച്ച നമ്മളിവിടെ തുടങ്ങുകയാണ്. നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ സമാധാന ചർച്ചകൾ ഒരു വശത്ത് ശക്തമായി നടക്കുമ്പോഴും അക്രമങ്ങൾ മറുവശത്ത് സമാധാനത്തിന് വലിയൊരു മതിൽ തീർക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ തയ്യാറായി പശ്ചിമേഷ്യ നിൽക്കുമ്പോൾ ഉക്രൈൻ യുദ്ധത്തിന് പരിഹാരം അടുത്തെത്തി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ലോകം സമാധാനത്തിലേക്കാണോ നീങ്ങുന്നത്, അതോ പുതിയൊരു സംഘർഷത്തിലേക്കാണോ? പശ്ചിമേഷ്യയിലും യൂറോപ്പിലും ഒരേ സമയം ഉയരുന്ന ഈ നിർണായക സംഭവ വികാസങ്ങൾ ആഗോള സുരക്ഷയുടെ സാമ്പത്തിക സ്ഥിരതയുടെയും ഭാവിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ വിഷയമാണ് ഇന്നത്തെ 4 മണി ചർച്ചയിൽ നമ്മൾ പരിശോധിക്കാനായി പോകുന്നത്. നമ്മളോടൊപ്പം അന്താരാഷ്ട്ര നിരീക്ഷകരായ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയും ശ്രീ ഷാബു പ്രസാദും ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ശ്രീ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഇപ്പം ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ കരാറ് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമേനിയുടെ ഒരു സംസ്കാര ചടങ്ങ് ഒക്കെ ആയിട്ട് ഒരാഴ്ചത്തെ ഒരു ഇടവേളയും നിലനിൽക്കുകയായിരുന്നു. അത് ഏകദേശം അവസാനിച്ച ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഹോർമൂസിൽ വീണ്ടും ഒരു ആക്രമണത്തിന് ഇറാൻ മുതിർന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടത്. അപ്പോൾ ഇത് വീണ്ടും ഒരു ചർച്ചയ്ക്ക്, ഒരു ലോകത്ത് വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് ഈ മേഖല കടക്കുന്നു എന്നുള്ള ഒരു ചർച്ച തുടങ്ങി വെച്ചിരിക്കുകയാണ്. എന്താണ് നമുക്ക് ഇതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ, എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ എന്ന് പറയാം. ഇറാനെ സംബന്ധിച്ച് ഇറാൻ എന്ന് വിളിക്കുന്നതിനൊരു കാര്യമില്ല. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇല്ല. ഈ മിസൈൽ അയച്ചതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു IRIB എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ന്യൂസ് വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഒരു വിശദീകരണം, ഇത് IRGC ചെയ്തതാണ്. അവരുടെ വിലക്കുകളെ സമ്മതിക്കാതെ ഒമാൻ തീരത്തുകൂടി കപ്പൽ പാസ് ചെയ്തപ്പോൾ പലതവണ വാണിംഗ് കൊടുത്തിട്ടും നിൽക്കാതെ വന്നപ്പോൾ അവര് ആക്രമിച്ചു എന്നാണ് ആ ഒരു ഏജൻസി പറയുന്നത്. അതല്ലാതെ ഇറാനിൽ നിന്ന് ഔദ്യോഗികമായി ഇപ്പം പെഷേസ്കിയാനോ അല്ലെങ്കിൽ അതുപോലത്തെ ഭരണകൂടത്തിലുള്ളവരോ അല്ലെങ്കിൽ ഖാലിബാഫിനെ പോലത്തെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സോ ഒന്നും ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു ആക്രമണം എന്ന് പറയുമ്പോഴും ഇത് ഹോർമുസ് കടലിടുക്കിൽ തമ്പടിച്ചിട്ടുള്ള IRGCയുടെ ഏതോ ഒരു കമാൻഡറുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണ് എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഇവരൊന്നും ആരും പരസ്പരം കോർഡിനേറ്റഡ് അല്ല, ഇവരൊന്നും ആരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നവരല്ല. അവനവന്റെ വിങ്സ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് അവര് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഖമനേയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചതോടുകൂടി ഇവരുടെ ഈ റാണിയീച്ച നഷ്ടപ്പെട്ട തേനീച്ച കൂട്ടത്തിന്റെ അവസ്ഥയിലാണ് ഇവര്. ആ ഒരു റാണിയീച്ചയെ പൊതിഞ്ഞാണ് ഈ സംവിധാനം നിന്നുകൊണ്ടിരുന്നത്. അതിനെ അങ്ങ് കൊന്നുകളഞ്ഞു. അതിനെ കൊന്നുകളഞ്ഞപ്പോൾ അത് അവർക്ക് ഒരു തരത്തിലും അസിമുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം 1979 മുതൽ ഇവരുടെ ഭരണകൂടം നിലവിൽ വന്നത് മുതൽ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞ് നിമിഷം ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് തന്നെ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആളുകള് അവരുടെ ഈ ഒരു പ്രവൃത്തിക്ക് അവർക്ക് നേതൃത്വം നൽകേണ്ട ആളെ തന്നെ തീർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവർ ഡെസ്പറേറ്റ് ആയി. പിന്നെ അവർക്ക് മരിച്ചാൽ മതി, കാരണം അതിനപ്പുറത്തേക്ക് ഒരു ഗോളില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള ആക്ഷൻ ആയിട്ട് വേണം ഇതിനെ കാണാൻ. ഇനി അമേരിക്ക ഇതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ ആക്രമണങ്ങൾക്കും കൃത്യമായ മറുപടി അമേരിക്ക നൽകിയിരുന്നു. ഈ ഒരു ആക്രമണത്തിന് മറുപടി നൽകിയതായി ഇതുവരെ നമ്മൾ കാണുന്നില്ല. അതിനകത്ത് മറുപടി കൊടുക്കുകയല്ലെന്നല്ല, പക്ഷെ ഇപ്പൊ ഖമനേയിയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ആ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം ട്രംപ് പറഞ്ഞിരുന്നു അവർക്ക് ഒരു ആഴ്ചത്തേക്ക് ഒരു അവധി കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം ഒരാഴ്ചയുടെ അവധി കൊടുത്തു എന്നുള്ള വാക്ക് പാലിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും അമേരിക്കൻ സൈഡിലും സെൻട്രോമിന്റെ സൈഡിൽ നിന്ന് ഇതിന് ഒരു പ്രതികരണം ഉണ്ടായതായിട്ട് കണ്ടില്ല. ആക്രമിക്കപ്പെട്ടത് ബ്രിട്ടന്റെ ഒരു കപ്പലാണ്. അപ്പൊ അതും ഈ സെൻകോം അത് ബ്രിട്ടന്റെ കപ്പലാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബ്രിട്ടൻ തങ്ങളുടെ കപ്പല ഒരു മിസൈൽ വന്ന് പതിച്ചു എന്നാണ്. സെൻകോം പറഞ്ഞത് 2 മിസൈൽ വന്ന് പതിച്ചു എന്നാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കൃത്യമായിട്ട് പുറത്തു വരേണ്ടതുണ്ട്. ഇറാനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയമാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ സ്ട്രീറ്റിൽ ഖമനേയിയുടെ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാനിൽ ഇപ്പോൾ അത് കോമിലാണ് ബോഡി ഉള്ളതായിട്ട് പറയപ്പെടുന്നത്. ഇനി അത് ഇറാഖിലേക്ക് പോവേണ്ടതുണ്ട്. ഇറാഖിലെ 2 സ്ഥലങ്ങളിൽ അത് ബോഡി കൊണ്ടുപോയി വിസിറ്റ് ചെയ്യിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. നജാഫ് ആൻഡ് ഹർബാല എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക്.
അവർക്ക് അത് കൊണ്ടുപോകാൻ ധൈര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമൊക്കെ വേറെ. കാരണം ആകാശത്ത് ഇവിടെ ഇത് കൊണ്ടുപോകണം, ആകാശത്ത് കൊണ്ടുപോകുമ്പോൾ താഴെ എന്താ വരിക പറയാൻ പറ്റില്ല. എന്തായാലും അമേരിക്ക ഒന്നും ചെയ്യല. പക്ഷെ അവിടെ വേറെ ഇസ്രായേൽ അവിടെ പതുങ്ങിയിരിപ്പുണ്ട്. ഇസ്രായേൽ നേരത്തെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു മൊജിദാബ ഖമനേയിനെ അവർ സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവർ കൊല്ലാൻ വേണ്ടി ഒരു ലിസ്റ്റ് ചെയ്ത് വെച്ച ആളാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും മൊജിദാബ ഖമനേയി ഉണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരാൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അയാൾ ഉണ്ടെങ്കിൽ അയാൾ പുറത്തു വരേണ്ട ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയമാണ് ഇന്നലെ. നാളെ 9 മണി, നാളെയാണ് 9-ാം തീയതിയാണ് അദ്ദേഹം ശവസംസ്കാരം ചെയ്തത്, മറ്റന്നാൾ. അപ്പൊ മറ്റന്നാളത്തെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ഇദ്ദേഹം ഒരു പുരോഹിതൻ കൂടിയാണ് മൊജിദാബ നേതൃത്വം നൽകുമെന്നാണ് ആദ്യമൊക്കെ വിചാരിക്കപ്പെട്ടിരുന്നത്. ഇതുവരെ അയാൾ പുറത്തു വരാഞ്ഞതുകൊണ്ട് അയാൾ പുറത്തു വരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് നിരന്തരമായിട്ട് ചർച്ചയിലാണ്. ഇനി അവസാന നിമിഷം മാത്രം ഇയാളെ ഒന്ന് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാനാണോ, അല്ല ഇവര് ഇസ്രായേലിനെ പേടിച്ച് ഇയാളെ ഇനിയും പെട്ടിക്കകത്ത് കൂട്ടിവെക്കും? ഇത് വളരെ ക്രൂഷ്യലായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവരെ കൊണ്ട് എത്രത്തോളം ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരെത്രത്തോളം കോൺഫിഡന്റ്, ഇറാൻ എത്രത്തോളം കോൺഫിഡന്റ് ആണ് എന്നുള്ളത് ഈ മൊജിദാബ പുറത്തു വരുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒന്ന് മെഷർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇറാനിൽ ഇത്രയും ഇവർ പറയുന്ന പോലെ 10 ലക്ഷവും 100 ലക്ഷവും ഒക്കെ ഉണ്ടെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അവരുടെ സോഷ്യൽ മീഡിയ ഡിസ്കഷൻസ് ഒക്കെ കാണിക്കുന്നത് ഇവർ ഈ പറയുന്ന അത്ര ആൾക്കാരൊന്നും സ്ട്രീറ്റിലില്ല എന്നാണ്. അപ്പം ഇനി അവർ പറയുന്ന പോലെ ആൾക്കാരുണ്ടെങ്കിൽ അത്രയും ആളുകളുടെ ഇടയിൽ പോലും ഇറങ്ങി നിൽക്കാൻ ധൈര്യമില്ലാത്ത വിധം ഭയന്നിട്ടാണോ ഈ മൊജിദാബ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ഇൻസെക്യൂർ ആണോ ഇറാൻ? ഒരു ഇസ്രായേലിൽ നിന്ന് വരുന്ന ഒരു ആക്രമണത്തെ ചെറുക്കാൻ ഇറാന്റെ ഹൃദയത്തിനുള്ളിൽ പോലും സ്ഥലമില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ മൊജിദാബയെ പുറത്തിറക്കാത്തതിൽ നിന്ന് നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് മനസ്സിലാവുന്നത്. ഇറാനെ വാഴ്ത്തുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ ന്യൂട്രലായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഇറാന്റെ ഹൃദയത്തിൽ പോലും അവതരിക്കാനുള്ള ഒരു സെക്യൂരിറ്റി ഈ മൊജിദാബയ്ക്ക് ഇല്ല എന്നുള്ളൊരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു സ്റ്റേജിൽ യുദ്ധം വലിയ തോതിൽ അങ്ങോട്ട് നീളാൻ സാധ്യതയില്ല. കാരണം ട്രംപ് എന്തായാലും ഒരാഴ്ചത്തെ അവധി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നാറ്റോ മീറ്റിംഗ് നടക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു റിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധമാണ്. അതൊക്കെ ഈ ദിവസങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടാൻ പോവാണ്. അപ്പൊ അതിനിടയിലുള്ള പുതിയൊരു സംഗതി വലിച്ചിടാൻ ട്രംപ് നിൽക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. തീർച്ചയായിട്ടും ശ്രീ ഷാബു പ്രസാദ്, നമുക്കിപ്പോ ഈ പറഞ്ഞു നിർത്തിയതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഒന്ന് നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇതിപ്പോൾ അമേരിക്ക കൊടുത്ത ഒരു ഇടവേളയിൽ, അമേരിക്ക കൊടുത്ത ഒരു സാവകാശത്തിൽ ഹോർമൂസിൽ ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അമേരിക്ക എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ ഹോർമൂസ് എന്ന് പറയുന്ന ആ ഒരു കടലെടുക്ക് അത് ഒരു രാജ്യത്തിന്റെ മേൽനോട്ടത്തിൽ ഒരു രാജ്യത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നിലനിൽക്കണം എന്നാണ് അമേരിക്കയുടെ ഒരു പക്ഷം പറയുന്നത്. എന്നാൽ അമേരിക്കൻ സൈന്യം അവിടെ ഒരു നിഴല് പോലെ ഉണ്ടാകുമെന്നും അമേരിക്ക പറയാതെ പറഞ്ഞു വെക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹോർമൂസിന്റെ കാര്യത്തിൽ ഇറാൻ ആണെങ്കിൽ ഇറാൻ പറയുന്നത് ഹോർമൂസ് പൂർണ്ണമായിട്ടും ഇറാന്റെ പക്ഷത്താണ്, ഇറാന്റെ ഭാഗമാണ്, ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു അവകാശവാദവുമായിട്ടാണ് ഇറാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നത്, ഇന്ന് ഈ ഉണ്ടായ ആക്രമണമാണെങ്കിൽ പോലും ഇനി ഒരു രാജ്യത്തിന്റെ കയ്യിലേക്ക് ഈ ഹോർമൂസ് എന്ന് പറയുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കടലിടുക്കിന്റെ നിയന്ത്രണം വന്നിട്ടുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് ഇറാൻ പോലൊരു രാജ്യത്തിന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇനി എന്നും അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? ഇപ്പോൾ നമ്മൾ അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇനി മുന്നോട്ടും അതുപോലെ തന്നെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? ഗൾഫ് രാജ്യങ്ങളെ എല്ലാം വരച്ച വരയിൽ നിർത്താൻ ഇറാന് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരില്ലേ? അമേരിക്ക ഇതിന് അനുവദിക്കുമെന്ന് തോന്നുന്നു? നോക്കൂ, ഈ ഹോർമൂസ് ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് ഇറാൻ പറയുന്നതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവുമില്ല. കാരണം ഒരു രാജ്യത്തിന്റെ സമുദ്രാതിർത്തി, അന്താരാഷ്ട്ര സമുദ്രാതിർത്തി എന്ന് പറയുന്നത് കരയിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആണ്. ഈ ഹോർമൂസിന് ഏതാണ്ട് 34 കിലോമീറ്റർ വീതിയുണ്ട്. അപ്പോൾ അതിൽ 12 കിലോമീറ്റർ കഴിഞ്ഞാലുള്ള ബാക്കിയും കൂടെ ഞങ്ങളുടെയാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ ഹോർമൂസ് കാര്യം ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് എന്നുള്ളത് ഹോർമൂസ് ആണ് താനും. കാര്യം ആ ഹോർമൂസിനെ പൂർണ്ണമായും സൈനികമായി കൺട്രോൾ ചെയ്യാൻ ഇറാന് കഴിയും. ആ തുറുപ്പ് ചീട്ട് വെച്ചിട്ടാണ് അവർ ഈ കളിക്കുന്നതും മുഴുവനും, ഇതുവരെ കളിച്ചതും മുഴുവനും. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഈ യുദ്ധം അമേരിക്കയ്ക്കും ഇറാനും ഒരുപോലെ മടുത്തു കഴിഞ്ഞു.
ഇവർക്കാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം ഏതാണ്ട് സാധിച്ചിട്ടുണ്ട്. കാര്യം തങ്ങളുടെ മുകളിലുള്ള ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യം. ഇറാൻ ഇനി ആറ്റം ബോംബ് പോയിട്ട് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരവസ്ഥയിലായി. കാര്യം $1 ഏതാണ്ട് 13,000 ഇറാന് റിയാലോ മറ്റുമാണ്. അത്രമാത്രം സാമ്പത്തികമായും അവരുടെ സാമ്പത്തികമായി തകർന്നു, ഇൻഫ്രാസ്ട്രക്ചർ തകർന്നു. അങ്ങനെ ടോട്ടലി ഇറാൻ ഒരുതരം നാഥനില്ലാത്ത ഒരവസ്ഥയിലും അങ്ങനെ ആകെ അരാജകത്വത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യം തങ്ങൾക്ക് വലിയ ഭീഷണിയൊന്നുമാണ് എന്ന് ഇസ്രായേൽ കരുതുന്നില്ല. അവർ അവരുടെ കാര്യം സാധിച്ചു. ഇവർക്കാണെങ്കിൽ ഇപ്പൊ അമേരിക്കയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഇസ്രായേലിന് വേണ്ടിയിട്ട് ആണ് ചെന്ന് ഇതിന്റെ അകത്ത് കൊത്തിയത്. അവർക്കും ഇതും മടുത്തു കഴിഞ്ഞു. അങ്ങനെ ഈ യുദ്ധത്തിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാർട്ടികൾക്കും ഇതും മടുത്തു. ഗൾഫ് രാജ്യങ്ങൾക്കാണെങ്കിൽ അവർക്കും മടുത്തു. എങ്ങനെങ്കിലും ഈ പണ്ടാരം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയും. ഇതിനിടയ്ക്ക് ഈ വെടിക്കെട്ട് സ്ഥലത്ത് ഈ മാറിക്കിടക്കുന്ന ചില പടക്കങ്ങൾ പടപടാതെ അവിടെ ഇവിടെ ഒക്കെ ചിലപ്പോൾ പൊട്ടൂലേ എന്ന് പറയുന്നത് മാതിരിയാണ് ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ട്, ഞങ്ങൾക്ക് ഇപ്പോഴും ശക്തിയുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഇടയ്ക്ക് ഓരോ മിസൈൽ കത്തിച്ചു വിടുകയും ഏതെങ്കിലുമൊക്കെ കപ്പലിൽ അതിനപ്പുറത്തേക്ക് പോകാൻ അവർക്ക് ഇനി കഴിയില്ല. ഇനിയും ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഈ പറഞ്ഞ പോലെ അമേരിക്കയ്ക്കും താല്പര്യമില്ല. കാര്യം അല്ലെങ്കിൽ അവിടെ കരസേനയെ ഇറക്കി ലാൻഡ് ചെയ്യിച്ച് ആ രാജ്യം ഒന്നടങ്കം പിടിച്ചെടുക്കണം. അതൊന്നും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാര്യം അമേരിക്കയ്ക്ക് ശരിക്കും ഇക്കാര്യത്തിലൊക്കെ കൈപൊള്ളിയിട്ടുള്ളതാണ്. ഇപ്പം അഫ്ഗാനിസ്ഥാനിലായാലും വിയറ്റ്നാമിലായാലും ഒക്കെ ഒരുപാട് കൈപൊള്ളിയിട്ടുള്ളതാണ്. ഒരു തികച്ചും അപരിചിതമായ ഒരു ടെറൈനിൽ പട്ടാളക്കാരെ കൊണ്ടുവന്ന് ഇറക്കി അത് വളരെ സൂയിസൈഡലായിരിക്കും. അതും ഇവർക്ക് നന്നായിട്ട് അറിയാം. അതിന് പകരം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇതങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങ് ഇല്ലാതാവാനാണ് ഞാൻ ഇതിൻ്റെ അകത്തൊരു സാധ്യത കാണുന്നത്. കാര്യം ആർക്കും ഇതിൻ്റെ അകത്തൊരു ഒരു താല്പര്യമില്ലാതായി. ലോകം ഇങ്ങനെ ഏകദേശം ഏതാണ്ടെല്ലാം പഴയ ഒരവസ്ഥയിലും എത്തി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെയും ഇല്ലാതാക്കണമെന്നും നശിപ്പിക്കണമെന്നും അവർക്കില്ല. അവർക്ക് ഭീഷണി ഉണ്ടാകരുത്, അവരുടെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകരുത് എന്നുള്ളതാണ് അവരുടെ പ്രഥമ ലക്ഷ്യം. അവരുടെ ഇപ്പൊ ഗാസയിലെ യുദ്ധത്തിലെ ഹമാസിന്റെ ഏതാണ്ട് പരിപാടി അവർ തീർത്തു. പിന്നുള്ളത് ഈ ഹൂത്തികളാണ്. ഇപ്പൊ ഈ ഹൂത്തികൾക്ക് പ്രധാന സഹായം കിട്ടിക്കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും ഇവിടെ നിന്നായിരുന്നു, ഇറാനിൽ നിന്നായിരുന്നു, ലെബനനിലേക്കൊക്കെ. അങ്ങനെ സ്വന്തം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കെൽപ്പില്ലാത്ത രാജ്യം അങ്ങനെ വേറെ തീവ്രവാദികളെ സഹായിക്കുന്ന ഒരവസ്ഥ എത്തുക, ആ ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കഴിഞ്ഞു. ഇനി അവരെ കൊണ്ടുള്ള ഭീഷണിയില്ല. ഇനി അവരുടെ പാടായി. ഇനി അതല്ല, അവർ വലിയ ഇതോടുകൂടി തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഇറാന് അങ്ങനെയുള്ള വലിയ കരുത്തരുടെ പിന്തുണയൊന്നുമില്ല. ഇപ്പം ചൈന പിന്തുണയ്ക്കുന്നു, റഷ്യ പിന്തുണയ്ക്കുന്നു എന്നൊക്കെയുള്ള അല്ലാതെ തടിയെ പിടിക്കുന്ന ഒരു പിന്തുണയൊന്നും ഈ രാജ്യങ്ങളൊന്നും കൊടുക്കില്ല. റഷ്യ ആണെങ്കിൽ ഓൾറെഡി ഉക്രൈനിൽ എൻഗേജ്ഡ് ആണ്. ചൈനയാണെങ്കിൽ ലോകത്തിൽ ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാജ്യമില്ല, ഒരു സമൂഹമില്ല. ഈ പറഞ്ഞ പോലെ അവരുടെ തടിക്ക് പിടിക്കുന്ന ഒരു കാര്യവും അവർ ചെയ്യില്ല. ധാർമ്മിക പിന്തുണയൊക്കെ കൊടുക്കും, വേണമെങ്കിൽ UN വല്ല പ്രമേയവും വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു സപ്പോർട്ടും അവർക്കുണ്ടാവില്ല. അങ്ങനെ ഏതാണ്ട് ഇറാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയിലുമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ഇടയിൽ, മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ ഇറാൻ 100% ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു രാജ്യത്തിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ളൊരു രാജ്യത്തിനെ കയറി ചുമ്മാ അടിച്ചുകൊണ്ടിരുന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടാനില്ല അമേരിക്കയും. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികൾക്കൊക്കെ മനസ്സ് മടുത്തു കഴിഞ്ഞു. ഇനിയും എനിക്ക് തോന്നുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഒരു ലാർജ് സ്കെയിലുള്ള ഒരു വാറിനൊന്നും ഉള്ള വിദൂര സാധ്യത പോലും ഞാൻ കാണുന്നില്ല. അതുപോലെ അതിനോട് ചേർത്ത് നമുക്കൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, അതായത് ഇപ്പോൾ ഒരു ടോൾ പിരിവ് അല്ലെങ്കിൽ അവിടെ ഈ ഹോർമൂസിന് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പണപ്പിരിവിനെ കുറിച്ചൊക്കെ ഇറാൻ പലതവണ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഒമാനുമായി ചേർന്ന് നടത്തുമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ പഴയ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ, യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിച്ച് ഒരു ശാന്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ ഹോർമൂസിന്റെ അവസ്ഥ എന്താകാനാണ് സാധ്യത? അതായത് ഇതുപോലെ ഇറാന്റെ ഒരു കൺട്രോളിൽ, ഇറാന്റെയും ഒമാന്റെയും കൺട്രോളിൽ ഹോർമൂസിൽ ഒരു പണപ്പിരിവൊക്കെ നടന്ന് വീണ്ടും അവിടെ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഹോർമൂസിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് ഒരു മാറ്റം വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ?
എന്തായാലും അവരതിന് ശ്രമിക്കും എന്നുള്ള ഉറപ്പാണ്. കാര്യം ആകെപ്പാടെ തകർന്ന് ആകെ നാശകോശമായിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ അവർ ശ്രമിക്കും. പക്ഷേ അത് UN ആയാലും ശരി, അന്താരാഷ്ട്ര സമൂഹമായാലും ശരി, അത് അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് സാധ്യത വളരെ കുറവാണ്. കാര്യം ഞങ്ങളുടെ അടുത്ത് കിടക്കുന്ന കടലല്ല ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവർ ഈ മലാക്കയിൽ കൂടെ പോകുന്നതിന് ഇന്തോനേഷ്യയും സിംഗപ്പൂരും അവരൊക്കെ ടോൾ എടുത്താൽ എന്ത് ചെയ്യും? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കപ്പൽപാതയാണ്. ഇപ്പൊ സൂയസിൽ കൂടെ പോകുന്നതിന് ഇവര് ടോൾ എടുക്കുന്ന മാതിരിയോ, അല്ലെങ്കിൽ ഈജിപ്റ്റ് ടോൾ എടുക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഇതുവഴി പനാമയിൽ കൂടെ പോകുന്നതിന് ഇവര് എന്താണ് കൊളംബിയയിലോ മെക്സിക്കോ ഏതാണ് പനാമ അവര് പനാമ ടോൾ എടുക്കുന്ന മാതിരിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് രണ്ടും കൃത്രിമമായിട്ട് മനുഷ്യരുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇത് നാച്ചുറലായിട്ടുള്ള കടലാണത്, ആ ഒരു കടലെടുക്കാണത്. അങ്ങനെ ലോകത്ത് ഒരുപാട് സ്ട്രൈറ്റുകളുണ്ട്. ജിബ്രാൾട്ടർ സ്ട്രൈറ്റ് ഉണ്ട്, മലാക്ക സ്ട്രൈറ്റ് ഉണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കപ്പൽ പാതകളാണ്. അവിടുന്നൊക്കെ രാജ്യങ്ങൾ ടോൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ഇവിടുത്തെ ഷിപ്പിങ്ങിന്റെ ഒക്കെ അവസ്ഥ എന്താകും? അതൊന്നും അവർ ആവശ്യപ്പെടും എന്നുള്ളതല്ലാതെ പ്രായോഗികമായി ഇത് നടക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. എത്ര രാജ്യങ്ങൾ അതിന് തയ്യാറാകും എന്നുള്ളതില്ല. ബലമായിട്ട് ടോള് പിരിക്കാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ അതിനും ആരും വഴങ്ങി കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ശക്തി ഇപ്പോൾ ഇറാന് ഉണ്ടെന്നും തോന്നുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും യുദ്ധം നടക്കുന്ന പല പ്രദേശങ്ങളും ഉണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ഉക്രൈൻ റഷ്യ എന്ന് പറയുന്നത്. ശ്രീ ഡോക്ടർ ജോസ് മല്ലികശ്ശേരി, നമുക്കിപ്പോ ഈ ഉക്രൈൻ റഷ്യ വിഷയം എടുക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ട്രംപിന്റെ ഭാഗത്തു നിന്നും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അത് പക്ഷേ ട്രംപിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് എത്രത്തോളം വിശ്വസിക്കാം എന്നത് ഒരു സംശയമാണ്. കാരണം ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ ഒരു നാറ്റോ ഉച്ചകോടി ആഴ്ച തന്നെ ചേരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അതിനൊരു തീരുമാനമാകും, അവിടെ ഒരു സമാധാന അന്തരീക്ഷം വരുമെന്നുള്ള ഒരു അവകാശവാദം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നാറ്റോ ഉച്ചകോടി തുർക്കിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് വിലയിരുത്താൻ സാധിക്കുക? പ്രതീക്ഷയുണ്ടോ ഇതിന്? ട്രംപ് ഉപയോഗിച്ച വാക്ക് ഗെറ്റിംഗ് ക്ലോസർ ദാൻ പീപ്പിൾ റിയലൈസ് എന്നാണ്. അതായത് ആൾക്കാരൊക്കെ വിചാരിക്കുന്നതിനെ കഴിഞ്ഞ് വളരെ അടുത്തേക്ക് ഇത് എത്തിക്കഴിഞ്ഞു എന്നാണ്. ട്രംപ് അത്തരം വിടലുവിടാൻ വളരെ മിടുക്കനാണ്. നമ്മള് ഇത്തരം പക്ഷേ അയാൾ അങ്ങനെ വിട്ടാലും അവസാനം അയാളെ കൊണ്ടത് അവിടെ എത്തിക്കാൻ പറ്റാറുണ്ട്. ഇപ്പൊ ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും അയാൾ ഉപയോഗിക്കുന്ന ഭാഷ ഒരു എക്സ്ട്രീം ലാംഗ്വേജ് ആണ്. അപ്പൊ അതിന് റഷ്യയിൽ നിന്ന് അതിലുണ്ടായിട്ടുള്ള അവരുടെ ഒരു ഡിമിട്രി പാസ്കോവ് എന്ന് പറയുന്ന ക്രെംലിന്റെ സ്പോക്സ് പേഴ്സൺ. അപ്പൊ അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞത് ട്രംപ് പറഞ്ഞത് അത് കാര്യമുണ്ടെന്നാണ്. ട്രംപ് ഈ പ്രശ്നം നന്നായി പഠിച്ചിട്ടുണ്ടെന്നും ട്രംപ് നിങ്ങൾ കാണുന്നത് പോലെ അങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ഒരാളെന്നും അല്ലെന്നും അദ്ദേഹത്തിന് ഭയങ്കര അഭിപ്രായസ്ഥിരതയുള്ള ആളാണെന്നും ആണ് ക്രെംലിൽ നിന്നും അവരുടെ റെസ്പോൺസ് വന്നിട്ടുള്ളത്. ഇയാൾ വെറുതെ പറഞ്ഞതല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഏകദേശം 80 മിനിറ്റോളം ഇദ്ദേഹം പുടിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ സെലൻസ്കി ആയിട്ട് അദ്ദേഹത്തിന് റെഗുലർ ആയിട്ടുള്ള കോൺടാക്ട് ഉണ്ട്. കൂടാതെ ഫ്രൈഡേയും സെലൻസ്കി ആയിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രൈഡേ പുടിനുമായിട്ടുള്ള 80 മിനിറ്റ് കോൺവെർസേഷനും സെലൻസ്കി ആയിട്ടുള്ള റെഗുലർ കോൺവെർസേഷന്റെയും അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത് ഇത് വിചാരിച്ചതിൽ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതിൽ അക്ഷരാർത്ഥം സംഭവിച്ചിരിക്കുന്നത് നേരത്തെ മിസ്റ്റർ ശ്യാപ്രസാദ് പറഞ്ഞതുപോലെ ഇത് മടുത്തു എന്നുള്ളതാണ് എല്ലാവർക്കും. ഇവന്മാർക്കൊക്കെ ഇത് മടുത്തു. അപ്പൊ പുടിൻ ഇത് ഒരു കുഞ്ഞു രാജ്യമല്ലേ ഉക്രൈൻ എന്ന് വിചാരിച്ചു. മാത്രമല്ല നമ്മുടെ റഷ്യയുടെ കുടിയടപ്പുകാരനാണല്ലോ, അങ്ങനെ ശരിയായി കിടാമെന്ന് വിചാരിച്ച് കയറിയതാണ്. കൊല്ലം 4-5 അവിടെ ഊരിപ്പോരാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പം റഷ്യക്ക് ലോകത്തിലെ ഏറ്റവും അധികം ഓയിൽ റിച്ച് ആയിട്ടുള്ള റഷ്യക്ക് ഒരു തുള്ളി പെട്രോൾ വേണമെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് റീഫൈൻ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അവിടുത്തെ റീഫൈനറികൾ മുഴുവൻ ഉക്രൈൻ തല്ലിപ്പൊട്ടിച്ചാണ്. അപ്പൊ ക്രൂഡ് ഓയിൽ അവിടുന്ന് പൊക്കിയെടുത്ത് കപ്പലെ കയറ്റി ഇവിടെ അംബാനിയുടെ ഡിസ്റ്റിൽ ചെയ്ത സ്ഥലത്ത് കൊണ്ടുവന്ന് അത് റിഫൈൻ ചെയ്തിട്ട് വേണം അവിടെ വണ്ടി വിടാൻ. ആ അവസ്ഥയിലെത്തി റഷ്യ. അപ്പൊ അതുപോലെ ആ ഒരു വലിയ രാജ്യത്തെ തകർത്ത് കളയാൻ ഉക്രൈന് കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ ട്രംപിനെ സംബന്ധിച്ച് പുടിനെ സംബന്ധിച്ച് ഭയങ്കര ഈഗോ ഉള്ള ആളാണ്. അയാൾ അങ്ങനെ ഒരു തോറ്റു എന്നൊരു ഇമേജ് കൂടിയാക്കി യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റിയല്ല. ഒരു കറണ്ട് സ്റ്റാറ്റസിലായിട്ട് ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അയാൾ ഉക്രൈന് കുറെ ഭൂമി അവർ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് നേരെ തന്നെയാണ്. പക്ഷെ ആൾനാശമൊക്കെ വെച്ച് നോക്കിയാൽ ഉക്രൈൻ ഉണ്ടതിനെ കഴിഞ്ഞ് എത്രയോ ഇരട്ടി ആൾനാശമാണ് ഈ റഷ്യക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ സാമ്പത്തിക നഷ്ടവും ഉക്രൈനെ ഒരു പരിധിവരെ അടിസ്ഥാനത്തുള്ള നേരാണ്. പക്ഷെ അതിന്റെ എത്രയോ ഇരട്ടി റഷ്യയില് അവർ സാധിച്ചു എന്നുള്ളതുമുണ്ട്.
അപ്പൊ ആ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മുഖം രക്ഷിച്ചുകൊണ്ട് ഇതിനകത്തുനിന്ന് ഊരി പോകാൻ സാധിക്കുക എന്നുള്ളതാണ് പുടിനെ സംബന്ധിച്ചുള്ള പ്രധാന വിഷയം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അതായത് നെതർലാൻഡ്സ് അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് ഈ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു കടന്നുകയറ്റ ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളൊരു റിപ്പോർട്ടും ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. അവരുടെ ആകാശത്ത് ഇവരുടെ വിമാനം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതിന് നാറ്റോ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ യൂറോപ്പിന് എവിടെയാണ് യുദ്ധം തുടങ്ങുന്നത്? എവിടെയാണ് യുദ്ധം തുടങ്ങുന്നത്? ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് കൂടി നാറ്റോ കടന്നു വരുമെന്നുള്ള പേടിയിലാണ് യുദ്ധം തുടങ്ങുന്നത്. ഉക്രൈന് നാറ്റോയിൽ ചേരണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ റഷ്യയുടെ വീട്ടുമുറ്റത്ത് അല്ല റഷ്യയുടെ അതിർത്തിയിൽ നാറ്റോ വന്ന് നിൽക്കും എന്ന ഭയത്തിൽ നിന്നാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. ഈ വെറും ഒരു ഭയമാണ് ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനം. അപ്പം ഇപ്പോഴും നാറ്റോയിൽ ഉക്രൈന് ചേരാൻ കഴിഞ്ഞിട്ടില്ല. നാറ്റോയിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല. നാളെ നാറ്റോയുടെ സമ്മേളനം നടക്കുകയാണ്. നാറ്റോയുടെ സമ്മേളനം നടക്കുമ്പോൾ 32 അംഗങ്ങളാണ് നാറ്റോയിലുള്ളത്. കാനഡയും US ആണ് യൂറോപ്പിന് പുറത്തുള്ളത്. അപ്പൊ ഈ മീറ്റിംഗിൽ ഇൻവൈറ്റഡ് ആയിട്ടുള്ള ഗസ്റ്റുകളായിട്ട് നാളെ ഉക്രൈന്റെ സെലൻസ്കി പോകുന്നുണ്ട്. കൂടാതെ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ലീ ജെ-മ്യാങ് അദ്ദേഹം അവിടെ പോകുന്നുണ്ട്. കൂടാതെ ഇപ്പം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ എല്ലാ വിദേശകാര്യമന്ത്രിമാര് ദറ്റ് മീൻസ് ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇത്രയും രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ അവിടെ എത്തുന്നുണ്ട്. കൂടാതെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജപ്പാൻ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ മിനിസ്റ്റേഴ്സ് അവിടെ എത്തുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും ലോകത്തിലെ ഏതാണ്ട് മുഴുവൻ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച ചെയ്യുന്ന പോലെയല്ല, ശരിക്കുള്ള സ്ട്രാറ്റജിക് ചർച്ചയ്ക്ക് വേണ്ടി എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ചർച്ചയിലെ ചില കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉക്രൈൻ അല്ല അവിടെ യുദ്ധം ചെയ്യുന്നത്, അവിടെ യുദ്ധം ചെയ്യുന്നത് യൂറോപ്പാണ്. സെലൻസ്കിയുടെ ഒരു പേഴ്സണൽ യുദ്ധമല്ല. ഈ യുദ്ധത്തിന്റെ 90% ഫൈനാൻസ് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. കാനഡ വ്യക്തിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഒക്കെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നാളെ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്നുണ്ട്, ട്രംപിനെ കാണുന്നുണ്ട്, പേഴ്സണലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നടക്കുന്ന ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ധാരണകളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. നാളെ യുദ്ധം സ്റ്റോപ്പ് ആവുമൊന്നുമില്ല. എന്നാലും ഏത് തരത്തിലും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ചൊരു ധാരണയിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. യുദ്ധം തീർന്നേക്കാം. കാരണം പുടിനെ ഇത് ഏകദേശം മതിയായിട്ടുണ്ട്. സെലൻസ്കിയെ സംബന്ധിച്ച് പറയാനില്ല, റീസണബിൾ ആയിട്ടുള്ള എക്സിറ്റ് കിട്ടുകയാണ്. അദ്ദേഹം ഇതിനകത്ത് പിൻവാങ്ങാൻ 100% തയ്യാറായിരിക്കും എന്നുള്ള കാര്യവും ഏകദേശം ഉറപ്പാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പൊ ഈ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്നും നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ നമുക്കറിയാം വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ യുദ്ധമൊക്കെ തുടങ്ങിയ കാലം തൊട്ട് എണ്ണവിലയും അതും ഇതുമായിട്ട് നമുക്ക് വിലക്കയറ്റം വളരെ ഗുരുതരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിലേക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു തീരുമാനം ഉടനെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവോ? എണ്ണവില കുറയുമെന്നാണോ? അതെ, തീർച്ചയായിട്ടും കുറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അത് സാധാരണഗതിയില് ഇപ്പൊ നമ്മുടെ മോഡിയൊക്കെ തന്നെ ഒന്നാം തരം കച്ചവടക്കാരാണ്. അവരൊന്നും അങ്ങനെ അവർ പറയും നിങ്ങൾ യുദ്ധത്തിന്റെ കാലത്ത് അത് ഇനി എത്ര കൊടുത്താലും തീരാൻ സാധ്യതയുണ്ട്. കൂടിയത് കുറഞ്ഞ ചരിത്രമൊന്നും വലുതായിട്ടില്ല. ഇപ്പൊ 8 രൂപയോ 10 രൂപയോ കൂട്ടിയെങ്കിൽ ചിലപ്പോൾ 1-2 രൂപ കുറച്ചെങ്കിലായി. അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇത് താഴ്ന്നു പോകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം എപ്പോഴും കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ഡെഫിസിറ്റ് കൊണ്ടുനടക്കാൻ പറ്റും. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകണം. അപ്പോൾ ഈ നിശ്ചയമായിട്ടും ഭരണത്തിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാവാൻ സാധ്യത ഇൻഡസ്ട്രിയലിസ്റ്റുകളും അങ്ങനത്തെ ആളുകൾക്കൊക്കെയാണ്. അപ്പൊ ഇതൊരു ഞാണിന്റെ കളി പോലെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനേ സാധിക്കുള്ളൂ. അല്ലാതെ മുൻപോട്ട് പോയ പെട്രോളിന്റെ വില യുദ്ധം നിന്നു എന്നതിന്റെ പേരിൽ അത് പുറകോട്ട് പോകാനുള്ള സാധ്യതയില്ല. കാരണം യുദ്ധം ദീർഘകാലം ഉണ്ടായിരുന്നു. ആ കാലം മുഴുവൻ ഒരു മുടക്കുമില്ലാതെ ഒട്ടും വില കൂട്ടാതെ പെട്രോൾ തരാൻ ഗവൺമെന്റ് സാധിച്ചു എന്നുള്ളത് വൻ വിജയമാണ്. അപ്പൊ ആ വൻ വിജയത്തെ സംബന്ധിച്ച് ഒരു 8 രൂപ വില കൂടി മറ്റു രാജ്യങ്ങൾക്ക് 20%, അമേരിക്ക പോലും 25% ആണ് ഇൻക്രീസ് വന്നത്. ആ 25% അവർ കാര്യമായിട്ട് ഡിക്രീസിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഒരു രാജ്യത്തും പോയിട്ടില്ല. എല്ലാ രാജ്യവും മാനേജ് ചെയ്ത പോലെ തന്നെ നമ്മുടെ രാജ്യം മാനേജ് ചെയ്തു പോകാൻ സാധ്യതയുള്ളൂ. സ്കൂട്ടറിൽ അല്ലെങ്കിൽ കാറിൽ വില കൊടുത്ത് പെട്രോൾ അടിക്കുക എന്നൊക്കെ നമുക്ക് സ്വപ്നം കാണാം. നടക്കാൻ സാധ്യത കുറവാണെന്നാണ് എന്റെ കാണാൻ കൂട്ടല്. തീർച്ചയായിട്ടും. എന്തായാലും പ്രതീക്ഷയ്ക്ക് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ലല്ലോ അല്ലെ? ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ശ്രീ ഷാവു പ്രസാദ്, നമുക്ക് അറിയാം ചൈനയും റഷ്യയും തമ്മിൽ ഇപ്പോൾ ഒരു സംയുക്തമായിട്ടുള്ള ഒരു നാവികാഭ്യാസം നടത്തുന്നുണ്ട്. അതുപോലെ ഇന്നലെ ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു ദീർഘദൂര ആണവ മിസൈൽ പരീക്ഷിച്ചിട്ടും കൂടിയുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഒന്ന് വിലയിരുത്താൻ സാധിക്കും? നമുക്കറിയാം റഷ്യ ആണെങ്കിൽ അവിടെ ഒരു യുദ്ധത്തിലാണ്, ചൈന ആണെങ്കിൽ ഇറാന് പരോക്ഷമായിട്ടാണെങ്കിൽ പോലും പിന്തുണ കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളും പിന്തുണ കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ചൈന
ചൈനയുടെ ടെക്നോളജികൾ ഇറാൻ ഉപയോഗിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ GPS പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു, അമേരിക്കയുടെ പല കേന്ദ്രങ്ങളിലും ടാർഗറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രേസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സംയുക്ത അഭ്യാസത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഇത് വെറും ഒരു ഗിമ്മിക്ക് മാത്രമാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, പല രാജ്യങ്ങളും തമ്മിൽ അവർ ചേർന്നുകൊണ്ടുള്ള സംയുക്ത നാവികാഭ്യാസങ്ങളും സൈനികാഭ്യാസങ്ങളും ലോകത്ത് നടക്കാറുണ്ട്. അതായത് പ്രത്യേകിച്ച് അടുപ്പമുള്ള സൗഹൃദ രാജ്യങ്ങൾ തമ്മിൽ, ഇപ്പം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഇവിടെ അടുത്ത കാലത്തൊരു സൈനികാഭ്യാസം നടന്നിരുന്നു, നാവികാഭ്യാസം. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇവിടുന്ന് പുറംകടലിൽ നിന്ന് ഒരു F-35 തിരുവനന്തപുരത്ത് അലച്ചുതല്ലി വീണതും വന്നതും. പിന്നെ ഇവിടെ വലിയ വിവാദമായല്ലോ, ഒന്ന് രണ്ട് മാസം ഇവിടെ ട്രോളുകളുടെ ബഹളമല്ലായിരുന്നു. ഇവിടെ ആക്രി സാധനം എടുത്തു വെച്ചിരിക്കുന്നു, എടുത്തോണ്ട് പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടതാണല്ലോ കുറെ. അത് സൈനികാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് അവര്. അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ അതിന് കേടായി, ഇവിടെ നിന്ന് ശരിയാക്കിക്കൊണ്ട് അവരെടുത്തോണ്ട് പോയി. അപ്പം അതേപോലെ തന്നെ ഓസ്ട്രേലിയയായിട്ട് നടന്നിട്ടുണ്ട്, അങ്ങനെ ഇന്ത്യയിൽ നടത്താറുണ്ട്. ലോകത്തിലെ പ്രമുഖ സൈനിക ശക്തികളെല്ലാം തന്നെ ഒറ്റയ്ക്കും ചേർന്നും ഒക്കെ സൈനികാഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി. തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, ചൈന ഒരു ഛേദമില്ലാത്ത ഉപകാരങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. ഇപ്പൊ അവരുടെ ഇബാദു എന്ന് പറയുന്ന അവരുടെ ചൈനയുടെ സ്വന്തം GPS സംവിധാനം, ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനം, അതിന്റെ സഹായം തീർച്ചയായിട്ടും ഇറാന് കിട്ടിയിട്ടുണ്ടാകും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസൈൽ പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യതയ്ക്ക് സാറ്റലൈറ്റ് നാവിഗേഷൻ വളരെ ആവശ്യമാണ്. ആ സാറ്റലൈറ്റ് നാവിഗേഷൻ അതിനു വേണ്ട ആ രീതിയിലുള്ള സഹായങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ അവരുടെ വിമാനങ്ങൾ കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നു എന്നുള്ളതല്ലാതെ ഇപ്പൊ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പം ഫെബ്രുവരിയിൽ അവസാനം തുടങ്ങിയതാണ്. ഇന്ന് വരെ ഇറാന്റെ ഒരൊറ്റ യുദ്ധവിമാനത്തെയും ആകാശത്തെങ്ങും കണ്ടിട്ടില്ല. ഒരൊറ്റ വിമാനം പോലും യുദ്ധവിമാനം പോലും ഇറാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ചൈന കൊടുത്ത അവരുടെ ഈ പാട്ടയം കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളത് വേറെ കാര്യം. അത് നമ്മൾ കണ്ടതാണ്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതുണ്ട്. അതായത് പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഒരു തുറന്ന സൈനിക സഹായം ചൈനയിൽ നിന്ന് ഒരു 4 ഷിപ്പ് നിറയെ ആയുധങ്ങളുമായി പെട്ടെന്ന് ഇറാനെ സഹായിക്കാൻ വേണ്ടി പോകുന്നു. ചൈനയുടെ വലിയ ഒരു ട്രൂപ്പ്, ഒരു 2000 ഭടന്മാരുടെ അല്ലെങ്കിൽ 10,000 ഭടന്മാരുടെ ഒരു ട്രൂപ്പ് ഇറാന് വേണ്ടി ഇറാന് വേണ്ടി അവിടെ ടെഹ്റാനിൽ ചെന്നിറങ്ങുന്നു. ഇങ്ങനത്തെ വാർത്തകളൊന്നും നമ്മൾ ഒരു കാലത്തും കേൾക്കാൻ പോകുന്നില്ല. ഒരു കാലത്തും നമ്മളത് കേൾക്കാൻ പോകുന്നില്ല. ചൈനയുടെ യുദ്ധക്കപ്പലുകൾ ഹോർമൂസിൽ ഇറാനെ സഹായിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ നമുക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ സംഭവിക്കുമെന്ന്? നെവർ, ഇമ്പോസിബിൾ, നടക്കില്ല. കാര്യം ചൈന അത് ചെയ്യില്ല. 2 കാരണമുണ്ട് അതിന് 2 കാരണമുണ്ട്. ഒന്ന്, അവർ ഈ തടിക്ക് പിടിക്കാത്ത കാര്യങ്ങളും ഈ കർട്ടന് പിന്നിൽ കിടന്ന് കളിച്ച് ആ രീതിയിലുള്ള കളിയാണ് ചൈന, അതിൻ്റെ അകത്താണ് അവർ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ഒരു ഇന്ത്യയുമായി നടത്തിയ ഒരു യുദ്ധത്തിലല്ലാതെ എവിടെയെങ്കിലും ചൈനീസ് മിലിറ്ററിയുടെ ഒരു മൈറ്റ്, അവരുടെ ആയുധങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഇക്കണ്ട കാലത്തിനിടയിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിടത്തും കണ്ടിട്ടില്ല. കാര്യം അവരുടെ പ്രധാന വർക്ക് എന്ന് പറഞ്ഞാൽ ഈ PR വർക്കാണ്. ചൈന കൃത്രിമ സൂര്യനെ ഉണ്ടാക്കുന്നു, 8ാം തലമുറ, 10ാം തലമുറ, 25ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കയറ്റിവിടുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ തെളിയിക്കപ്പെട്ട ഏത് മിലിറ്ററി ടെക്നോളജി അവർക്കുണ്ട്? അവരുടെ ടെക്നോളജിയുടെ മഹത്വം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നാണം കെട്ട രാജ്യം, പാകിസ്ഥാനെക്കാട്ടി കൂടുതൽ നാണം കെട്ട രാജ്യം ചൈനയാണ്. അതുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ടുകൂടി അവർ ഒരു യുദ്ധമുഖത്തേക്ക് നേരിട്ട് എടുത്തു ചാടില്ല. അവർക്കറിയാമല്ലോ ഇതിന്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. വെറുതെ ഒരു വാർ ഫ്രണ്ടിൽ നാക്കുകൊണ്ടും PR വർക്ക് കൊണ്ടും അല്ലല്ലോ കാര്യം നടക്കേണ്ടത്. അതുകൊണ്ട് ഈ 2 കാരണം കൊണ്ട് ചൈന ഇതിൻ്റെ അകത്ത് ചെന്ന് ചാടില്ല. പിന്നെ ഉക്രൈൻ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ, അവർക്കും റഷ്യക്ക് യുദ്ധം അടുത്തു. പിന്നെ ഈ യുക്രൈൻ യുദ്ധത്തിന്റെ വേറൊരു വശമുണ്ട്, അത് അധികം ആരും ചർച്ച ചെയ്തിട്ടില്ല. യുദ്ധോപകരണങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത് യുദ്ധഭൂമിയിലാണ്, യഥാർത്ഥ ബാറ്റിൽ ഫീൽഡിലാണ് അത് തെളിയിക്കേണ്ടത്.
അടുത്ത കാലത്ത്, സമീപകാലത്ത് റഷ്യക്ക് അവരുടെ ആയുധ വിപണിയിൽ വലിയ ഇടിവ് വന്നിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പുതിയ യൂറോപ്യൻ നിർമ്മാതാക്കള്, അമേരിക്ക, ഇവരെല്ലാം വന്നു കയറി റഷ്യയുടെ വളരെ വലിയ മാർക്കറ്റ് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ മാർക്കറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളതും കൂടെ ഈ യുക്രൈൻ യുദ്ധത്തിന്റെ പിന്നിലെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. കാര്യം അവരുടെ ആയുധങ്ങളെല്ലാം തന്നെ അവർ ശരിക്കും റിയൽ ബാറ്റിൽ ഫീൽഡിൽ അവർ പ്രയോഗിച്ചു. ഞങ്ങളുടെ ആയുധങ്ങൾ കണ്ടില്ല. ഒരു പ്രദർശനം കൂടിയായിരുന്നു അത്. അങ്ങനെ അവരുടെ ആയുധ വിപണി നിലനിർത്തുന്നതിലും നഷ്ടപ്പെട്ടു പോയ ആയുധ വിപണി തിരിച്ചു പിടിക്കുന്നതിലും ഈ ഉക്രൈൻ യുദ്ധത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തും ആ ലക്ഷ്യവും അവർ കൈവരിച്ചു കഴിഞ്ഞു. പിന്നെ ഉക്രൈന്റെ കുറെ ഭൂമി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇനി സൈനിക ശക്തിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായി ഒരു അടി അടിച്ചാൽ റഷ്യൻ സൈന്യത്തിന് ഉക്രൈനെ തകർക്കാൻ കഴിയും. അതവരുടെ ഉദ്ദേശമേ ആയിരുന്നില്ല, അവരുടെ ഒബ്ജക്റ്റീവ് അതായിരുന്നില്ല. പ്രധാന ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? ഇവർ നാറ്റോയുടെ ഭാഗമാകാൻ പാടില്ല. നാറ്റോയുടെ പ്രസൻസ് തങ്ങളുടെ അയൽവക്കത്ത് തൊട്ട് കീഴിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഒബ്ജക്റ്റീവിൽ അവർ വിജയിച്ചു. അവരുടെ ആയുധ വിപണി നിലനിർത്തുന്നതിൽ അവർ വിജയിച്ചു. പിന്നെ ഉക്രൈന്റെ കുറേയധികം ഭൂമി അവർ പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ആ യുദ്ധത്തിന്റെ ഉദ്ദേശം.